ഇപ്പോൾ നമ്മോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ എം ജയചന്ദ്രൻ കൂടി ചേരുകയാണ്. ശ്രീ എം ജയചന്ദ്രൻ, പുനഃസംഘടന വീണ്ടും ഒരു കീറാമുട്ടി തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചെന്ന് വെളിവാകുന്നു. രണ്ട്, വി ഡി സതീശനെതിരായി ശക്തമായൊരു നീക്കം അവിടെ നടക്കുന്നുണ്ട്. വി ഡി സതീശനോടുള്ള വലിയൊരു എതിർപ്പ് അവിടെ രൂപം കൊള്ളുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രമേശ് ചെന്നിത്തല രംഗത്തെത്തി സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്ന കാഴ്ചകളൊക്കെ നാം കണ്ടു. അത് മാത്രമല്ല, ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കെ സുധാകരനെ മാറ്റി പാർട്ടി പിടിച്ചെടുക്കാനുള്ള സതീശ നീക്കത്തിനെതിരായി വലിയ അണിചേരുകയാണ്. AI ഗ്രൂപ്പുകൾ കൈകോർക്കുകയാണ്. ചാണ്ടി ഉമ്മൻ്റെ വാക്കുകളിലൂടെ പലതും നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം, എങ്ങനെയാണ് സതീശൻ്റെ ഭാവി? അഭിമുഖീകരിക്കുന്നത് സതീശനെ മുൻനിർത്തിയുള്ള ഒരു പുതിയ പോർമുഖം തുറക്കുകയായിരുന്നല്ലോ 2021 ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ KC വേണുഗോപാലിന്റെ നേതൃത്വമുള്ള AICC നേതൃത്വം കോൺഗ്രസിന്റെ ഉള്ളിൽ. അങ്ങനെ സതീശനെയും കെ സുധാകരനെയും നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. അതിന്റെ മുകളിൽ നിൽക്കുന്നത് KC വേണുഗോപാൽ. ആ തരത്തിലായിരുന്നു ഒരു സംവിധാനം ഉണ്ടാക്കിയത്. അത് പിന്നീട് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള അജണ്ടയിലേക്ക് പയ്യെ അടുക്കുകയാണല്ലോ കോൺഗ്രസ് വൃത്തങ്ങളെല്ലാവരും. അപ്പോൾ പ്രധാനമായിട്ടും വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരാണ് നേതൃസ്ഥാനത്തേക്ക് നേതൃബിംബവുമായി ഉയർത്തിക്കാട്ടേണ്ടത് എന്നുള്ള പ്രശ്നം ഇപ്പോഴേ വരുന്നുണ്ട്. അത് KC വേണുഗോപാൽ ആയിരിക്കണമോ എന്നുള്ള പക്ഷത്തിൽ ഒരു ഭാഗം നിൽക്കുന്നുണ്ട്. മറുഭാഗത്ത് വി ഡി സതീശൻ തന്നെയാണ് ആ നേതൃസ്ഥാനത്തേക്ക് വരേണ്ടത് എന്ന് ആലോചിക്കുന്ന മറ്റൊരു വിഭാഗവുമുണ്ട്. അവർ തമ്മിലുള്ള ആന്തരിക സംഘർഷം നിലനിൽക്കുമ്പോൾ തന്നെ ചാണ്ടി ഉമ്മനെ പോലുള്ളവർ പറയുന്നത് പോലെ, അല്ലെങ്കിൽ തിരുവഞ്ചൂരിനെ പോലുള്ളവർ മനസ്താപം ഉള്ളത് പോലെയൊക്കെ തന്നെ AI ഗ്രൂപ്പുകൾക്കൊന്നും പ്രസക്തിയില്ല. പിന്നെ പൊതുസ്വീകാരനായി അറിയപ്പെടുന്ന ശശി തരൂരിന് പ്രസക്തിയില്ല. പിന്നെ ഉയർന്നു വരാൻ സാധ്യതയുള്ള കെ സുധാകരനെ ഒതുക്കാനായിട്ടുള്ള ശ്രമം. ഇങ്ങനെ ആകെപ്പാടെ നോക്കുമ്പോൾ കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴേ 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉള്ള സാഹചര്യത്തിൽ നേതൃബിംബുമായിട്ട് ആരെ ഉയർത്തിക്കാട്ടണം എന്നുള്ളതാണ് ഇപ്പൊ. അത് മാത്രമല്ല, എപ്പോഴും നമ്മൾ ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും കരുണാകരന്റെയും ഒക്കെ കാലത്ത് കണ്ടതുപോലെ ലീഗിന് അതിനകത്ത് ഒരു വലിയ റോളുണ്ട്. ലീഗിന് ഇഷ്ടമുള്ളവരാണ് പലപ്പോഴും കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് എത്തുന്നതിൽ സഹായകമാകുന്നത്. ഇവിടെ നോക്കൂ, ലീഗിന് ഉള്ളിൽ വലിയ വിമർശനം. കാരണം വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട സതീശന്റെ നിലപാടിനെതിരെ വളരെ വിമർശനം ലീഗിനുള്ളിലുണ്ട്. ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അത് KC വേണുഗോപാലിനെതിരെ ഉണ്ടായിരുന്നു, രാജ്യസഭാ സീറ്റ് BJPക്ക് കൊടുത്തുകൊണ്ട് ആലപ്പുഴ എത്തിയത്. അതുപോലെ തന്നെയാണ് വി ഡി സതീശനെതിരെ ഒരു ഡീൽ BJPയുമായി ഒപ്പിക്കുന്നു, അതിന് എതിരായി വിമർശനമുള്ളവരുണ്ട്. മാത്രമല്ല, പാർലമെൻ്ററി രംഗത്തും ആ അർത്ഥത്തിൽ തിരിച്ചടി ലഭിക്കുന്നു. കാരണം ചേലക്കര പിടിച്ചെടുക്കാനാകുന്നില്ല. 2 തവണ ഭരണം തുടർന്നിട്ടും ചേലക്കര LDFനെ ഇന്ന് പിടിച്ചെടുക്കാനാകുന്നില്ല. അതുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പ് ഒരു വിജയമല്ല എന്ന് വിലയിരുത്തുന്ന UDFും കോൺഗ്രസ് നേതാക്കന്മാരും ഉണ്ട്. അതിൻ്റെയൊക്കെ പാവഭാരം എത്തുന്നത് സതീശനിലേക്കാണ്. അതിൻ്റെ കൂടെയാണ് ഇത്തരം വിഷയങ്ങൾ കൂടി, അല്ലേ ആഡ് ചെയ്യേണ്ടേ അതൊക്കെ? അല്ല, അത് പിന്നെ ഈ ബൈ ഇലക്ഷനിൽ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതിനപ്പുറം എന്ത് പ്രത്യേകതയാണുള്ളത്? ഒന്നുമില്ലല്ലോ. വയനാട് അവരുടെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു, പാലക്കാട് അവരുടെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു. 2 സ്ഥലത്തും കോൺഗ്രസ് ജയിച്ചു. ചേലക്കര LDFന്റെ CPMന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു, CPM അവിടെ ജയിച്ചു. അവിടെ എന്താണ് പ്രത്യേകിച്ച് വി ഡി സതീശനൊന്നും നേടാൻ അല്ലെങ്കിൽ അവകാശപ്പെടാൻ ഇല്ലല്ലോ. അത് മറ്റൊരു കാര്യം. പക്ഷെ ലീഗിന്റെ കാര്യം പറഞ്ഞല്ലോ, ലീഗിന് വി ഡി സതീശനേക്കാളും നിശ്ചയമായും ലീഗ് കൂടുതൽ അംഗീകരിക്കുന്ന കോൺഗ്രസ് നേതാവെന്ന് പറയുന്നത് ഒരു സംശയം വേണ്ട, ശശി തരൂരാണ്. അത് മുൻപ് തന്നെ അവർ തെളിയിച്ചിട്ടുള്ളതാണ്. ശശി തരൂരിനെ ഏറ്റെടുത്തുകൊണ്ട് പണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ പേരിൽ ഫൗണ്ടേഷൻ പെരുന്തൽമണ്ണ ഉദ്ഘാടനം ചെയ്യിക്കുന്ന അടക്കമുള്ള പരിപാടികളിൽ 2 കൊല്ലം മുമ്പ് പങ്കെടുപ്പിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു സംഗതിയുണ്ട്. അത് കഴിഞ്ഞ ആ ലീഗിന്റെ നേതൃത്വത്തിലുള്ള പരിപാടി കഴിഞ്ഞ ഉടനെ വരുന്നത് ക്രൈസ്തവ സഭയുടെ നേതൃത്വത്തിൽ പിന്നെ ചങ്ങനാശ്ശേരി കോട്ടയം മേഖലകളിലെ ചില പരിപാടികൾ പങ്കെടുപ്പിക്കുക. അതിന് തൊട്ട് പിന്നാലെ വരുന്നത് NSS നേതൃത്വത്തിൽ മന്നം ജയന്തിയിൽ പങ്കെടുപ്പിക്കുക. അപ്പൊ ഇങ്ങനെയുള്ളൊരു സംവിധാനം കഴിഞ്ഞതിന് മുമ്പിലത്തെ കൊല്ലം തന്നെ ആവിഷ്കരിച്ച് ശശിധരനെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കം ആ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതുകൂടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ തരത്തിൽ സതീശൻ അന്ന് മുതലേ ഇടപെടുന്നത്. പക്ഷെ ഇപ്പൊ വന്നപ്പോഴേക്ക് ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയവർ പൂർണ്ണമായിട്ടും വിധേയപ്പെട്ടു നിൽക്കുന്നത് KC വേണുഗോപാലിനാണ്. അപ്പൊ KC വേണുഗോപാലിന്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കൂടെ സതീശന്റെ ഇപ്പോഴത്തെ ഇടപെടലുകൾ പോകുന്നുണ്ട് എന്നുള്ള സംശയം പിന്നെ ഇവിടെ ലീഗിൽ ഉൾപ്പെടെ പ്രബലമായി വരുന്നുണ്ട്. കാരണം കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് സതീശനാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംഗതി. അതിന് ഏറ്റവും പുറമെയാണ് KC വേണുഗോപാലിന്റെ പ്രധാനപ്പെട്ട
ഒരു എന്താണ് പറയുന്നത്, ജൂനിയർ പങ്കാളി എന്ന് പറയാൻ പറ്റില്ല, സീനിയർ നേതാവിനാണല്ലോ രാഘവൻ MP, അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ള പ്രശ്നം, അതിനെ പ്രാദേശിക പ്രശ്നമായി ചിത്രീകരിക്കാൻ സതീശൻ നടത്തിയ ശ്രമം, അതിനെതിരെ സുധാകരന്റെ ഇടപെടലുകൾ, അത് പ്രാദേശിക പ്രശ്നമല്ലാതായി മാറിയത് തുടങ്ങി നിരവധി വിഷയങ്ങൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നിരന്തരം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൽ.